നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. തണുപ്പ് കാലത്ത് സ്വാഭാവികമായും തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ചൂടുകാലത്തും തണുപ്പ് അനുഭവപ്പെടുന്നതായി പലരും പറയാറുണ്ട്, അല്ലേ? മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഏത് കാലാവസ്ഥയിലും തണുപ്പ് അനുഭവപ്പെടുന്നവരുണ്ട്. ഇത് ചിലരുടെ പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇങ്ങനെ തണുപ്പ് അനുഭവപ്പെടുന്നത് ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളാണെന്ന് പഠനങ്ങൾ പറയുന്നു. പ്രധാനമായി 3 പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് തണുപ്പ് അനുഭവപ്പെടുന്നത്. ഒന്നാമതായി അയേണിന്റെ കുറവ് തന്നെയാണ്. പേശികളിലേക്കും അവയവങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നതിന് ഇരുമ്പ് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ വിളർച്ച തടയാനും ഈ പോഷകം സഹായിക്കുന്നു. കുറഞ്ഞ ഇരുമ്പിന്റെ അളവ് ഓക്സിജൻ ഗതാഗതത്തെ പരിമിതപ്പെടുത്തുന്നു. ഇത് ഊർജ്ജ ഉൽപാദനം കുറയ്ക്കുന്നു. കുറഞ്ഞ ഊർജ്ജ ഉൽപാദനം എന്നാൽ കുറഞ്ഞ താപ ഉൽപാദനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ആളുകളിൽ നിരന്തരം തണുപ്പും ക്ഷീണവും ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പോഷകം ചെമ്പാണ്. ശരീരം ഇരുമ്പിന്റെ ഫലപ്രദമായ ആഗിരണത്തിനും ഉപയോഗത്തിനും ചെമ്പ് ഉപയോഗിക്കുന്നു. ചെമ്പിന്റെ അളവ് കുറയുന്നത് ഇരുമ്പിന്റെ ആഗിരണം കുറയ്ക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. എൻസൈമിന് കോശതാപം ഉൽപ്പാദിപ്പിക്കാൻ ചെമ്പ് ആവശ്യമാണെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. കോശതാപ ഉൽപാദനത്തിൽ ഉൾപ്പെടുന്ന നിരവധി എൻസൈമുകൾക്ക് ചെമ്പ് ആവശ്യമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. മൂന്നാമത്തെ പോഷകം സിങ്ക് ആണ്. തലച്ചോറിൽ നിന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയിലേക്ക് അയക്കുന്ന സിഗ്നലുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനാൽ ആരോഗ്യകരമായ തൈറോയ്ഡ് പ്രവർത്തനത്തിന് സിങ്ക് അത്യാവശ്യമാണ്. സിങ്ക് അളവ് കുറയുന്നത് തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് കുറയാനും കാരണമാകുന്നു. ഈ 3 പോഷകങ്ങളുടെ കുറവ് മൂലമാണ് ശരീരത്തിന് എല്ലായ്പ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്.